നമുക്കെല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറുമുറാന്ന് തന്നെ ഇരിക്കുന്ന ചിക്കൻ ഫ്രൈ എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക്, കുറച്ച് ഉള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. നമുക്ക് ലെമൺ ജ്യൂസ് കൂടെ വേണം. അതിനുവേണ്ടി 2 നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഇത് ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് ഇത് നല്ല ഒന്ന് ഫൈനായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുക്കുന്ന സമയം ഇതിലേക്ക് വെള്ളമൊന്നും അടിയേണ്ട കാര്യമില്ല, അതിൽ നിന്ന് തന്നെയുള്ള വെള്ളം ഇറങ്ങിക്കോളും. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മിക്സ് നമുക്ക് എടുത്ത് വയ്ക്കാം. ഞാനിവിടെ ഒറിഗാനോ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സാദാ മുളക് പൊടി 3 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 2 നാരങ്ങ എടുത്തിട്ടുണ്ട്, 3 ടീസ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, കോൺഫ്ലവർ 1/2 ടീസ്പൂൺ, പിന്നെ നേരത്തെ അരച്ച് വെച്ച് ആ കൂട്ടും കൂടെ നമുക്കിത് ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുരുവില്ലാതെ കൊണ്ട് തന്നെ നമുക്ക് ജ്യൂസ് മാത്രമാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാനിവിടെ ജ്യൂസൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓളെന്നുള്ളൊരു ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, ഇവിടെ ഞാൻ നല്ല മസാല കൂട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു മുട്ട വേണമെങ്കിൽ പൊട്ടിച്ചൊഴിക്കാം. ഞാൻ മുട്ട ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് നല്ല ഒന്ന് പുരട്ടി മിക്സ് ചെയ്ത് കൊടുക്കാം. കളറും എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി. ഞാനിവിടെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് നല്ല ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടൊരു 3 മണിക്കൂറിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ വറുക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. എണ്ണ നല്ല തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കറിവേപ്പില വറുത്ത് കോരുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു മെത്തേഡിൽ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം ഫീഡ്ബാക്ക് ഇടാനേ. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിനകത്ത് എത്രത്തോളം കൊള്ളാം അത്രത്തോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വറക്കുന്ന സമയം നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. വലിയ പീസുകളായിട്ടൊന്നും എടുക്കണ്ട, കഴിക്കാനും അതാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്കിതിനകത്ത് കൊള്ളുന്ന അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കൊള്ളാവുന്ന അനുസരിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരാം. അപ്പോൾ ഒരു സൈഡ് നല്ല വെന്തിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സൈഡും നല്ല വെന്ത് വന്നിട്ടുണ്ട്, നല്ല മുരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. ഓക്കെ, ബൈ.